കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുള്ള ആ കാലയളവിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തമായി കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല ഒരു പരിധിവരെയും വിജയിച്ചിരുന്നു. രാജ്യത്തെ കർഷകരെ, രാജ്യത്തെ തൊഴിലാളികളെ, ഇടത്തരക്കാരെ അവരെ ആകെ കോർത്തിണക്കിക്കൊണ്ട് ബ്രിട്ടീഷ് സിംഹാസനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്യുജ്വലമായ വിജയം നേടുന്ന നിരവധി സന്ദർഭങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. അവിടെ നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഈ സംഭവവാസങ്ങൾക്ക് അന്ന് രണ്ടാം ലോക മഹായുദ്ധവുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിലും വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഭരണകൂടത്തിലും അതിൻ്റെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. 1945 ഏപ്രിൽ 30 സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി പോയ അഡോൾഫ് ഹിറ്റ്ലർ കൊല്ലപ്പെടുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു. അത് 1945 ഏപ്രിൽ 30 തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ കോൺക്യുബനായി കൂടെ താമസിപ്പിച്ചിരുന്ന ഈവ ബ്രൗൺ എന്ന സ്ത്രീയെ അവസാന നിമിഷം താലി കെട്ടി അവർക്കും വിഷം കൊടുത്ത്, അദ്ദേഹത്തിൻ്റെ ഹിറ്റ്ലറുടെ വളർത്തുനായ്ക്കും വിഷം കൊടുത്ത് ഹിറ്റ്ലർ റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ സംഭവവാസങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതായിരുന്നു. എന്നാൽ പേൾ ഹാർബർ ആക്രമണവും ജപ്പാൻ്റെ ഫാസിസ്റ്റ് തന്ത്രങ്ങളും അത് കുറച്ചുകൂടി നീണ്ടുപോയ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ജപ്പാനിലെ നാഗാസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് വർഷിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. യഥാർത്ഥത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗാസാക്കിയിലും ബോംബ് വർഷിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രമായ അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു. ആ യുദ്ധം അവിടെ അവസാനിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ ഒരു സൂപ്രിമസി മേധാവിത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവർ ആറ്റം ബോംബ് ഉപയോഗിച്ച് ജപ്പാനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ഈ ബോംബ് വർഷിച്ചതും. അത് മറ്റൊരു ഭാഗം. ഞാനിപ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയല്ല ഞാനത് സൂചിപ്പിച്ചത്. അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ബ്രിട്ടനിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു. ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ നേതാവ് ക്ലെമൻ ആറ്റ്ലെ അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ ക്ലെമൻ്റ് ആറ്റ്ലെയുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ആറ്റ്ലെയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ഗവൺമെൻറ് ഗൗരവമായി ആലോചിക്കുന്നതായ വാർത്തകളും പുറത്തു വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തങ്ങൾ തീരുമാനിക്കുന്നു എന്ന വാർത്തയും അതിൻ്റെ തൊട്ടുപുറകെ തന്നെ വരികയുണ്ടായി. ആ ചർച്ചകളുടെയൊക്കെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെയും കൂടി ഫലമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ പോകുന്നു, ബ്രിട്ടീഷ് അധികാരം ഒഴിയാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മുടെ രാജ്യത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. എന്നാൽ അതിൽ ചില സംഭവവാസങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ അധികാരം ഒഴിയാൻ പോകുന്നു എന്ന് തീരുമാനിച്ച കൂട്ടത്തിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ അവരതിൽ ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിച്ച് പുതുതായി ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലയിൽ തന്നെ രൂപീകരിച്ച പാകിസ്ഥാനിൽ ചേരുന്നതിനും അവരനുവാദം കൊടുത്തു. അത് രണ്ടുമല്ലെങ്കിൽ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നതിനും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ആ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവസരം കൊടുത്തുകൊണ്ട്, അവകാശം കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്തത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരാം, ഇത് രണ്ടുമല്ലെങ്കിൽ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നതിന് വേണ്ടി കൂടി അനുവാദം കൊടുത്തു. അത് ഇന്ത്യയിലെ ചില നാട്ടുരാജ്യങ്ങളെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് നടപ്പിലാകാതെ പോയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് ഏറ്റവും വ്യക്തമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നടന്ന ചില പ്രക്ഷോഭങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഉദാഹരണമാണ്
കേരളത്തിൽ നടന്ന വയലാർ പുന്നപ്ര പ്രക്ഷോഭം. പുന്നപ്ര നടന്ന സമരവും വയലാറിൽ നടന്ന സമരവുമെല്ലാം അവിടെ ആലപ്പുഴയിലെ കയർ ഫാക്ടറി വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിൽ, യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ പ്രക്ഷോഭത്തിൻ്റെ അലകും പിടിയും അത് മുഴുവൻ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പി കൃഷ്ണപിള്ള ആ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായിരുന്നു. ആ വയലാർ പുന്നപ്ര സമരം നടക്കുമ്പോൾ രണ്ട് ആസ്പെക്റ്റിലുള്ള, രണ്ട് ദിശയിലുള്ള സമരമാണ് അവിടെ നടത്തിയത്. ആ സമരത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞു പോകാൻ ഈ സമയം ഞാൻ എടുക്കുകയല്ല. അങ്ങനെ ഒരു സമരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിലെ ദിവാനായ സർ CP രാമസ്വാമി അയ്യരുടെ ഏകാധിപത്യപരമായ സമീപനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ആലപ്പുഴയിലെ തൊഴിലാളികളെ കൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടും അങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തിക്കുന്നതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. സർ CPയുമായി ചർച്ചയ്ക്ക് പോയ TVയും ശ്രീകണ്ഠൻ നായരുമെല്ലാം വളരെ തന്മയത്വത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ചർച്ചയിലേക്ക് പങ്കെടുക്കുകയും തീരുമാനങ്ങളെ സംബന്ധിച്ച് വളരെ തുറന്ന മനസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ തീരുമാനത്തിലെത്തുന്നതിനും, എന്നാൽ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന രാഷ്ട്രീയ ലക്ഷ്യം, സർ CPയുടെ രാഷ്ട്രീയ ലക്ഷ്യം TVയുടെ നേതൃത്വത്തിൽ അവർ നന്നായി പൊളിച്ചടുക്കി കൊടുത്തു. അവിടെ അമേരിക്കൻ മോഡലോ സ്വതന്ത്ര തിരുവിതാംകൂറോ ആലപ്പുഴയിലെ കയർ ഫാക്ടറി വർക്കേഴ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അംഗീകരിക്കുകയില്ല എന്ന് സർ CP രാമസ്വാമി അയ്യരുടെ മുഖത്ത് നോക്കി പറയാൻ TVക്കും ശ്രീകണ്ഠൻ നായർക്കും എല്ലാം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനം നൽകുന്ന മുഹൂർത്തങ്ങളാണെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ വയലാർ പുന്നപ്ര പ്രക്ഷോഭം അന്ന് നടപ്പിലാകുമ്പോൾ ആ പ്രക്ഷോഭത്തിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ സർ CPയുടെ പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും നിറതോക്കിൻ്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആലപ്പുഴയിലെ കയർ ഫാക്ടറി വർക്കേഴ്സിൻ്റെ തൊഴിലാളികളും ആ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളും വാരിക്കുന്തവുമായിട്ടാണ് ആ പട്ടാള ക്യാമ്പിലെ പട്ടാളക്കാർക്ക് നേരെ, ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്ന പട്ടാളക്കാർക്ക് നേരെ, ജനങ്ങളുടെ നേർക്ക് നിറയൊഴിച്ച പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും നേർക്ക് അവരെ എതിരിട്ടത് ആ വാരിക്കുന്തം ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ ആലപ്പുഴയിലെയും വയലാറിലെ, പുന്നപ്രയിലെ, മാരാരിത്തോട്ടത്തെ, അവിടത്തെയൊക്കെ മേനാശ്ശേരിയിലെ, ഞാൻ ആ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു പോവുകയില്ല, അവിടത്തെയൊക്കെ ധീരരായ സഖാക്കൾ അവരാ പ്രക്ഷോഭം നടത്തുമ്പോൾ അത് 2 തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായിട്ടാണ് തീരുമാനിച്ചത്. ഒന്ന്, തൊഴിലാളികൾ നടത്തുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തുന്ന ആ പ്രക്ഷോഭം, തൊഴിലാളികളുടെ പ്രക്ഷോഭം. മറ്റൊന്ന്, ബഹുജനങ്ങൾ നയിക്കുന്ന പ്രക്ഷോഭം. അങ്ങനെ 2 തരത്തിലാണ് നടത്തിയത്. തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം കൊടുത്തത് TV തോമസ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ. ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള സർ CPയുടെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള ആ പ്രക്ഷോഭത്തിൻ്റെ നടുനായകത്വം വഹിച്ചത് നമ്മുടെ CK ചന്ദ്രപ്പൻ്റെ പിതാവായ CK കുമാരപ്പണിക്കരുമായിരുന്നു. അവർ 2 പേരുമായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട 2 നേതാക്കൾ. പി കൃഷ്ണപിള്ള അതിൻ്റെ എല്ലാ അംശവും, അതിൻ്റെ ആലോചനയുടെ എല്ലാ ഭാഗങ്ങളിലും ഓരോ ചുവടുകളും തൊഴിലാളികൾ, ബഹുജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ പി കൃഷ്ണപിള്ള അതിനാവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ആ പ്രക്ഷോഭത്തിന് നൽകുകയും അത് സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ആ സമരത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്തത് TVയും CK കുമാരപ്പണിക്കരുമായിരുന്നു. ഏതാണ്ട് 700-ലധികം ആളുകൾ രക്തസാക്ഷികളായ ആ പ്രക്ഷോഭം, അതിൻ്റെ വിജയമെന്ന് പറയുന്നത് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന സർ CPയുടെ ആ മുദ്രാവാക്യം അദ്ദേഹം ഉപേക്ഷിച്ചു. CS മണി അദ്ദേഹത്തെ ആക്രമിക്കുകയും കൂടി ചെയ്തതോടുകൂടി അദ്ദേഹം കേരളം വിട്ട്, തിരുവിതാംകൂർ വിട്ട് പോവുകയും കൂടി ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഒരു നേർ സാക്ഷ്യം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അതോടുകൂടി തിരുവിതാംകൂർ തീരുമാനിച്ചു എന്നതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടുകയും തിരുവിതാംകൂർ അത് ആ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് തീരുമാനമെടുക്കുന്നതിലും വയലാർ പുന്നപ്ര പ്രക്ഷോഭം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആലപ്പുഴയിലെ തൊഴിലാളി വർഗവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ചു എന്നുള്ളത് വളരെ അഭിമാന പുരസ്സരം നമുക്ക് പറയാൻ കഴിയും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.